Alexa, turn off the light. Okay. Alexa, turn on the light. Okay. എനിവേ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അലക്സ എക്കോ ഇൻപുട്ടിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു ഡിവൈസിനൊപ്പം നമുക്ക് സിസ്ക എന്ന കമ്പനിയുടെ ഒരു വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഒരു LED ബൾബ് കിട്ടിയിരുന്നു. ആ ഒരു LED ബൾബിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അലക്സ എക്കോ ഇൻപുട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, അത് പോയി കാണാം. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു LED ബൾബിൻ്റെ ബോക്സ്. ഇതിൽ സിസ്ക എന്ന കമ്പനിയുടെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ സ്മാർട്ട് ഹോം എന്നൊരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈയുടെ മറ്റു കാര്യങ്ങൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നല്ല രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അടുത്തതായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്താൽ ആദ്യം നമ്മുടെ LED ബൾബ് തന്നെ, ആ ഒരു LED ബൾബ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു LED ബൾബിൻ്റെ സൈസ് തന്നെയാണ് ഇതിനും വരുന്നത്, ഓവർ സൈസൊന്നും വരുന്നില്ല. അടുത്തതായിട്ട് ഇതിൻ്റെ യൂസർ മാനുവൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ യൂസർ മാനുവൽ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിലായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ട രീതികളും ഐഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന QR കോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. വോയിസ് കമാൻഡ് മുഖേന ഇത് ഓണാക്കാനും ഓഫാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇത് നമുക്കൊരു ബൾബ് ഹോൾഡറുമായി കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ആദ്യം പ്രോഗ്രാം ചെയ്ത് വെച്ച് ആ ഒരു കളറിലായിരിക്കും ഇത് പ്രകാശിക്കുക. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യാം, നമ്മളെ മൊബൈലായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, ഇതിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായി ഈ ഒരു സിസ്ക എന്ന കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് iOS-ലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ iOS-ലൊക്കെ രജിസ്റ്ററൊക്കെ ചെയ്ത് ഒക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇനി ഇതിവിടെ നിങ്ങൾക്ക് ആഡ് ഡിവൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയാൽ നമുക്ക് ഏത് ഡിവൈസാണോ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ LED ലൈറ്റ് വൈഫൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഈ ഒരു LED ബൾബ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് കൺഫേം ചെയ്യാൻ ചോദിക്കും. ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ചെയ്താൽ ഇതുപോലെ കണക്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ അതിൻ്റെ ബ്ലിങ്കിങ് നിൽക്കുന്നതാണ്. ബ്ലിങ്കിങ് നിന്നാൽ ഇത് കണക്റ്റ് ആയെന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്ലിങ്ക് ആവുന്നത് നിന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ഇത് കണക്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആയി. ഇനി നമുക്ക് ഡൺ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെയായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പാനൽ രൂപപ്പെട്ടു. ഈ പാനലിൽ നമുക്ക് പല കളറുകളിലേക്കും, ഇപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വൈറ്റ് കളറിലും അതുപോലെ തന്നെ വാം കളറിലും ഇതുപോലെ വെറൈറ്റി കളറിലേക്ക് ആക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഞാനിവിടെ ഓരോരോ കളറിൻ്റെ അടുത്തുകൂടെ ടച്ച് ചെയ്യുമ്പോഴും ആ ഒരു കളറിലേക്ക് മാറുന്നത് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഏത് കളറാണെങ്കിലും അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ബ്രൈറ്റ്നെസ് ലെവൽ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എല്ലാ കളറും ഒന്ന് എടുത്തു നോക്കുമ്പോൾ നല്ല രീതിയിൽ നല്ലൊരു രസത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ ടൈമർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലായി നമുക്ക് പല മോഡുകളിലായിട്ട് വരുന്നുണ്ട്. ഇതിന് പല കളറുകളിലായിട്ട് ആനിമേറ്റ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെ പല രീതിയിലാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലൂടെയുള്ള വോയിസ് കമാൻഡ് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. Alexa, turn on the light. Alexa, turn off the light.
അപ്പോൾ ഈ ഒരു വോയിസ് കമാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായി ആമസോൺ അലക്സ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അതിൽ രജിസ്റ്റർ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് ആഡ് ഡിവൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആമസോൺ എക്കോ ആണോ അതോ ലൈറ്റ് ആണോ പ്ലഗ് ആണോ എന്ന് ചോദിക്കും. അതിൽ ലൈറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് കമ്പനിയുടെ ലൈറ്റ് ആണെന്ന് സെലക്ട് ചെയ്യാൻ പറയും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി എക്കോ ഇൻപുട്ടിലായിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ടേൺ ഓൺ ദ ലൈറ്റ്. Okay. അലക്സ, ടേൺ ഓഫ് ദ ലൈറ്റ്. Okay. ഇനി ഈ ഒരു വോയിസ് കമാൻഡിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ അലക്സ ടേൺ ഓൺ ദ LED ഇൻ റെഡ് കളർ എന്ന് പറയുകയാണെങ്കിൽ റെഡ് കളറിൽ അത് പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. അലക്സ, ടേൺ ഓഫ് ദ ലൈറ്റ്. Okay.